വെൽക്കം ടു ലെജൻസ്. നമ്മുടെ ചാനൽ നെക്സ്റ്റ് വീഡിയോ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ വരുന്നത് ഇതാട്ടോ. ഇതിൽ രണ്ട് ടൈപ്പ് ഡിസൈൻ ഞാൻ കാണിക്കുന്നുണ്ട്. ക്രേപ്പ് ഫാബ്രിക്, ജോർജറ്റിൻ്റെ ക്രേപ്പ് ഫാബ്രിക് ആണ്, എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ അതിൽ തന്നെ ചെറിയ ചെറിയ വേരിയേഷൻ വരുന്ന ഐറ്റംസ് ആട്ടോ. ബാട്ടിക്കിൻ്റെ പ്രിൻറ്റ് തന്നെ, പക്ഷേ പ്രിൻറ്റ് ഡിഫറെൻ്റ് ആണ്. ചെറിയ വേരിയേഷൻ ആയതുകൊണ്ട് റേറ്റും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. രണ്ട് ഡിസൈൻസ് ആട്ടോ എന്ന് കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ വരുന്നത് ബ്ലാക്കിൽ, എല്ലാം ബ്ലാക്ക് തന്നെയാണ്, ബേസ് കളർ ബ്ലാക്ക് തന്നെയാണ് കേട്ടോ. നല്ലൊരു പിങ്കിൻ്റെ കോമ്പിനേഷനാണ് കൊടുത്തേക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത കോമ്പിനേഷൻസ്, കാരണം ബ്ലാക്കിലായതുകൊണ്ട് ഭയങ്കര എടുപ്പം എല്ലാം കാണാൻ. ബോട്ടം ക്രേപ്പ് ഫാബ്രിക് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ബോട്ടം മെറ്റീരിയൽ വെച്ചിട്ടും ടോപ്പ് തയ്ക്കുന്നവരുണ്ട്, അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ തയ്ക്കാം. കാരണം പ്യുവർ ഒറിജിനൽ ആ ഒരു മെറ്റീരിയൽ തന്നെ ഇതിനും കൊടുത്തേക്കുന്നത്. ബോട്ടം തയ്ക്കാൻ ഇങ്ങനെ ബ്ലാക്ക് ബോട്ടം ഒക്കെ എന്തെങ്കിലും കാണുമല്ലോ, അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ ഇത് ടോപ്പാക്കി വേണമെങ്കിൽ തയ്ക്കാം കേട്ടോ. അപ്പോൾ ഇത് പ്യുവർ ഐറ്റം ആണ്. ഇത് ശക്കലം ഒന്ന് ചുരുങ്ങുന്ന സൈസ് ഫാബ്രിക്കാണ്, എല്ലാവർക്കും അറിയായിരിക്കും. തയ്ക്കുമ്പം കുറച്ച് നോർമലാവും, എന്നാലും ശക്കലം ചുരുങ്ങും. അത് കണക്ക് കൂട്ടി തന്നെ തയ്ക്കണം. അല്ലെങ്കിൽ ഫസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കി പൊക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് വേണം തയ്ക്കാൻ കൊടുക്കാനായിട്ട്. ഇതിൻ്റെ നമ്പർ വരുന്നത് W878, റേറ്റ് 1880 ആണ്, 1880. അടുത്ത കോമ്പിനേഷൻ വരുന്നത് യെല്ലോ ആട്ടോ. ഭയങ്കര രസമില്ലേ കാണാനായിട്ട്, ബ്ലാക്ക് ആൻഡ് യെല്ലോ നല്ല കോമ്പിനേഷനാണ്. എല്ലാ കളേഴ്സും നല്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രിൻറ്റ് നോക്കിയോ. ഇനി അടുത്ത് വരുന്ന ഡിസൈൻസ് വേറെ ആയിരിക്കും. അല്ല, ഈ ഒരു സെയിമിൻ്റെ തന്നെ ഒരു പ്രിൻറ്റും കൂടെ ഉണ്ട് കേട്ടോ. സെയിം കളർ കോമ്പിനേഷനിൽ ഒരെണ്ണം കൂടെ ഉണ്ട്. ഇതിൻ്റെ നമ്പർ വരുന്നത് വേറെ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ കൂടുതൽ വിശദീകരിക്കാതെ പ്രിൻറ്റ് മാത്രം നോക്കി കളർ മാത്രം നോക്കി നിങ്ങൾ അങ്ങ് എടുത്താൽ മതി. നമ്പർ W880, റേറ്റ് 1880. ഇതിൽ മൂന്നാമത്തെ ഷെയ്ഡ് ഇതാ കേട്ടോ. ബ്ലാക്കിൽ തന്നെ കോമ്പിനേഷൻ വരുന്ന ഒരു ഗ്രീൻ കളറാണ്. സീ ഗ്രീൻ്റെ ഒക്കെ കളറാട്ടോ, നോർമൽ ഗ്രീനില്ല. അല്ലെങ്കിൽ പിന്നെ ഒരു രാമ ഗ്രീൻ എന്നൊക്കെ പറയാവുന്നൊരു ഷെയ്ഡ്. ഇതിൽ കുറച്ച് ബ്ലൂ ആയിരിക്കും, ഭയങ്കര ബ്ലൂ അല്ല, ഗ്രീനിഷ് ബ്ലൂ കളറാണ്. നല്ല അടിപൊളി കളറാട്ടോ, നല്ല രസമുണ്ട് ഇതിൽ കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു ഡിസൈനിൽ 3 എണ്ണമാണ് വന്നേക്കുന്നത്. റേറ്റ് വ്യത്യാസമുണ്ട്, ഇനി കാണിക്കുന്ന ചെറിയ റേറ്റ് ഡിഫറൻസ് ഉണ്ട്. ഇതിൻ്റെ നമ്പർ W879, റേറ്റ് 1880. അടുത്ത ഐറ്റം വരുന്ന ഇതാണ്. ഇതിന് ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. ക്രേപ്പ് ഫാബ്രിക് തന്നെയാണ്, ജോർജറ്റ് ക്രേപ്പ് തന്നെയാണ്, പക്ഷേ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു വീവിങ്ങിൻ്റെ ഒക്കെ ചെറിയ വേരിയേഷൻസ് കൊണ്ടാണ് ചിലതിന് ഇങ്ങനെ റേറ്റ് കൂടുതലും കുറവും വരുന്നത്. അത് നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാൻ വേണ്ടി ഞാൻ കാണിച്ചതേ ഉള്ളൂ. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ വ്യത്യാസം അറിയത്തേയില്ല. സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് ടച്ച് ചെയ്യുമ്പോഴൊക്കെ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. അങ്ങനെ അറിയാൻ പാകത്തിനൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ചില കമ്പനികളുടെ അനുസരിച്ച് ചെറിയ വേരിയേഷൻ വരുന്നതാണ്. അപ്പോൾ റേറ്റിൻ്റെ അകത്തും ഇതിലും ഇച്ചിരി കുറഞ്ഞതും വരാറുണ്ട്, ഇതിലും ഇച്ചിരി റേറ്റ് കൂടിയതും വരാറുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ആ ഒരു റേറ്റിനകത്ത് ചെറിയ ചെറിയ വേരിയേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് രണ്ടും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ഒരുമിച്ച് തന്നെ കാണിച്ചത്. അപ്പോൾ ഇതിൻ്റെ കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഓനിയൻ പിങ്കും ലാവണ്ടറും കൂടെ ചേർന്നിട്ടുള്ള ഷെയ്ഡാട്ടോ. വേണമെങ്കിൽ നമുക്ക് ലൈലാക്ക് എന്ന് പറയാം. ഈ ബ്ലാക്കിലായതുകൊണ്ട് നല്ല കറക്റ്റായിട്ട് എനിക്ക് പെട്ടെന്ന് അങ്ങനെ നമുക്ക് മനസ്സിലാവില്ല. ഏത് ഷെയ്ഡിനോട് വേണമെങ്കിലും മാച്ചാക്കാം. അങ്ങനെ ഒരു നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ്. പ്രിൻറ്റ് ഡിഫറെൻറ്റാണ്, മുമ്പേ കാണിച്ചതിനേക്കാളും പ്രിൻറ്റ് കുറച്ച് ഡിഫറെൻറ്റാണ്. അപ്പോൾ ഇതാണ് ദുപ്പട്ടയ്ക്കകത്തെ പ്രിൻറ്റ്. സെയിം തന്നെ ബോട്ടത്തിനും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് കളറ് എന്താ പറയുക, ഈ ഒരു ലാവണ്ടറിൻ്റെ ഷെയ്ഡും കൂടെ ഇടയ്ക്ക് കയറി വരുന്നുണ്ട് കേട്ടോ. ഭയങ്കര അങ്ങ് ഭയങ്കര ഡാർക്ക് ബ്ലാക്ക് അല്ല, ആ ഒരു രണ്ട് കളർ ചേർന്നിട്ട് അതിനേക്കാളും ഭംഗിയായിട്ട് തന്നെ ഈ ഒരു ഷെയ്ഡ് കിട്ടുന്നുണ്ട്. ബാക്ക് സൈഡും സെയിം തന്നെ, മുമ്പേ കാണിച്ചത് തന്നെയാണ്. ഇതിൻ്റെ നമ്പർ വരുന്നത് W758, ഇതിന് റേറ്റ് 1790 ആണ്, 1790. അടുത്തത് ഭയങ്കര നല്ല കോമ്പിനേഷൻ ആട്ടോ. ബ്ലാക്ക് ആൻഡ് റെഡ് എന്ന് പറഞ്ഞാൽ അത്ര ഭംഗിയാണ് കാണാനായിട്ട്. വേറെ വ്യത്യാസമൊന്നുമില്ല, എല്ലാം സെയിം തന്നെയാണ്. കളർ മാത്രം നോക്കിയാൽ കേട്ടോ, എല്ലാം നല്ല ഷെയ്ഡ്സാണ്. അപ്പോൾ ഇതിൻ്റെ നമ്പർ W759, റേറ്റ് 1790. ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് ആൻഡ് ഗ്രീൻ ആണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, എല്ലാം നല്ല ഷെയ്ഡ്സാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിനും പ്രിൻ്റൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. നമ്പർ W760, റേറ്റ് 1790. ഇത് ലാസ്റ്റ് കളർ വരുന്നത് ബ്ലൂ കളറാണ്. ഞാൻ പറഞ്ഞില്ല, ഓരോ ഷെയ്ഡ് കാണുമ്പോഴും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കും ഏതെടുക്കണമെന്ന്. അത്രയും നല്ല ഷെയ്ഡ്സ് ആണ് എല്ലാത്തിലും വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് തീരുന്ന ഐറ്റംസ് ആട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോ. നമ്പർ W761, റേറ്റ് 1790 ആണ്, 1790.